റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ 11-കാരിയെ പീഡിപ്പിച്ച ഷിനു സ്വാമിക്കെതിരെ പരാതിയുമായി നിരവധി ആളുകൾ രംഗത്തെത്തുകയാണ്. ഷിനു സ്വാമി തങ്ങളെയും പീഡിപ്പിച്ചുവെന്ന് യുവതി വെളിപ്പെടുത്തുന്നു. ഭർത്താവുമായുള്ള പ്രശ്നപരിഹാരത്തിനെത്തിയ തന്നെ ഷിനു ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് യുവതി പറഞ്ഞത്. കുട്ടികളെ ഉപദ്രവിക്കാറുണ്ടെന്ന് ഷിനു പറഞ്ഞിട്ടുള്ളതായും യുവതികൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. നമുക്കതൊന്ന് കേൾക്കാം. പ്രായപൂർത്തിയാകാത്ത, അതായത് കന്യാത്തം വെടിയാത്ത കുട്ടികളുമായി പുള്ളിക്കാരന് എന്തെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ 10 വയസ്സ് കുറയുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓരോന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളോട് പറയും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കൂടുതൽ ദുരനുഭവങ്ങളാണ് വീട്ടിൽ നിന്നുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇത് പോസിറ്റീവാണെന്ന് വിചാരിച്ച് വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ വശ്യം കെട്ടുക എന്നുള്ളതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പെണ്ണും ആണും തമ്മിലുള്ള വശ്യം. പിന്നെ ഒരാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അയാളെ രൂപം വെച്ച് രൂപക്കെട്ട് ചെയ്യുന്നത്, ആണിയിൽ ചുണ്ണാമ്പ് കൊണ്ട് നാരങ്ങയിൽ കുത്തി ഇറക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഏത് തരമാണെന്നൊന്നും നമുക്കറിയില്ല. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മായിയമ്മയും ഭർത്താവുമായിട്ട് ഭയങ്കര വീട്ടിൽ ലഹളയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് വിശ്വാസം വരും. അപ്പോഴേക്കും മറ്റെന്തെങ്കിലും തരത്തിൽ കീഴ്പ്പെട്ടു പോയത് ഫിസിക്കലി അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. ഈ സ്ഥാപനത്തിൽ വെച്ച് തന്നെ അങ്ങനെ 2-3 പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി മാങ്കണത്തിൽ ഇവിടെ വെച്ച് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആയുസ് ബലം കൂടുമെന്നാണ് പറയുന്നത്. ശക്തിയും അതിനൊപ്പം കൂടും. അപ്പം എങ്ങനെ ഒരു കുഞ്ഞ് സമ്മതിക്കുമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ അവരുടെ ദേഹത്ത് സുന്ദരയക്ഷിയെ കയറ്റി വിട്ട് ചെയ്യിപ്പിക്കും, എത്ര മണിക്കൂർ ബോധം കാണില്ല, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. നമ്മൾ പുരോഗമിച്ചു, നമ്മൾ എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുമ്പോഴാണ് നമ്മുടെ കൺമുന്നിൽ എത്രയോ കുഞ്ഞുങ്ങൾ ഈ ആളുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ടാകും. ഈ ഷിനുസ്വാമി എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടാകാം. അത് വിവിധ മതങ്ങളിൽപ്പെട്ടവരുണ്ടാകാം. ഇവിടെ ഇപ്പോൾ ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ഇരയ്ക്ക് 10 വയസ്സ് വെച്ച് കുറഞ്ഞാൽ ഇപ്പോൾ 5-6 വയസ്സിലെ അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ വിശ്വസിച്ച് ആളുകൾ എത്തുന്നു. ഇതിനായി ഒരു നെക്സസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ ഇയാൾക്ക് അടുത്തേക്ക് ആളുകളെ എത്തിച്ചു കൊടുക്കാനൊക്കെ? നമ്മൾ അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ് ദിലീപ്? ഞാൻ ഈ ഷിനുസ്വാമിയുടെ ഒറ്റമുറി പൂജയ്ക്ക് നടത്തുന്ന ഈ സ്ഥലത്തെത്തിയും ഇദ്ദേഹത്തിന് 5 ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ 5 ജീവനക്കാർക്കും ഒരു മുറിയിലാണ്. അവിടെ വേറെ ജോലികളൊന്നുമില്ല. പൂജാ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ഈ 5 ജീവനക്കാർ. ഈ 5 ജീവനക്കാർക്കും ഓരോ ദിവസവും 1000 രൂപയും ബിരിയാണിയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നീട് അമ്പലത്തിൻ്റെ സൈഡിലൊക്കെയുള്ള അരികത്തുള്ള മുതിർന്ന അമ്മമാരടുത്ത് ഈ സ്വാമിയെക്കുറിച്ച് പോയി പറയുകയും വേണം. അങ്ങനെ ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട്. അവർക്ക് കമ്മീഷൻ അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രധാന പണി ഇവിടെ എത്തുന്ന പൂജ ചെയ്യുന്നവർക്ക് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പൂജ ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു മുറിയാണ്. നമുക്ക് ആ മുറിയിൽ നിന്ന് തന്നെ വ്യക്തമാകുക കാണുന്നത്. അവിടെ പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. ആത്മാവിനെ കുടത്തിൽ കെട്ടുന്നതിൻ്റെ ചെറിയ കുടങ്ങളുണ്ട്. ഒപ്പം വശ്യം കെട്ടുന്ന പ്രതിമകളുണ്ട്. അവിടെ മറ്റ് കാര്യങ്ങൾ വടിവാൾ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ അവിടെ കണ്ടെത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയ കുട്ടികളടക്കം ഇന്നലെ ആ പെൺകുട്ടിയുടെ അമ്മയാണ് നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് തൻ്റെ മകൾക്ക് പഠിപ്പിൽ കുറച്ച് ഉയർന്ന മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വാമിയുടെ അടുത്ത് കൊണ്ടുവന്നത് 7 ചരടുകൾ ദേഹത്ത് കെട്ടിയിരുന്നു. അപ്പോഴാണ് പെൺകുട്ടി പുറത്ത് വന്ന് പറഞ്ഞത് തൻ്റെ ശരീരത്തിൽ മോശമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സ്വാമി സ്പർശിച്ചിരുന്നു എന്ന് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഈ അമ്മ പോലീസിൽ പരാതി നൽകി. അപ്പോഴാണ് ഇന്ന് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ കുറേ പേര് നമ്മൾ വിളിക്കി അടക്കം ചെയ്യുന്നു. ഈ പറയുന്ന യുവതികളടക്കം തന്നെ പറയുന്നത് തങ്ങൾക്ക് 4-5 പെൺകുട്ടികളെ അവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം പോയി ക്യാൻവാസ് ചെയ്യണം. അതായത് ഈ സ്വാമിയുടെ അടുത്ത് പോയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, ഭർത്താവുമായി പ്രശ്നമുണ്ടെങ്കിൽ തീരും, കുട്ടിക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടി ബുദ്ധി വരും, കുട്ടിക്ക് പഠിക്കാനായിട്ട് പിന്നോട്ടാണെന്നുണ്ടെങ്കിൽ ട്യൂഷന് വിടണമെന്നേ, അല്ലെങ്കിൽ വീട്ടിലിരുത്തി പഠിപ്പിക്കണം, അല്ലാതെ സ്വാമിയുടെ അടുത്ത് വിടുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? ഈ ഇങ്ങനെയുള്ള പൂജാവിധികളിലൂടെ പഠിച്ചങ്ങ് പാസ്സാകുമെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് ദിലീപ്? സുജിയ, ഈ അമ്മമാർ വിശ്വസിച്ച് പോകുന്ന ആദ്യത്തെ വരവിൽ ഇവരുടെ ചില കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിശ്വാസം വന്ന അമ്മമാരാണ് പിന്നീട് വയനാട്ടിൽ നിന്നടക്കം ആളുകൾ ഈ സ്വാമിയെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വയനാട്ടിൽ നിന്ന് കൊല്ലത്തെത്തി ഈ സ്വാമിയുടെ ചില കാര്യങ്ങളിൽ വിശ്വാസമാവുകയും അവർ ആഴ്ച അതായത് ചൊവ്വ ശനി ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. അന്ന് ഈ വരുന്ന ഈ ജീവനക്കാരായ 5 പെൺകുട്ടികൾക്കും ഇയാൾ കൊടുക്കുന്നത് 1500 രൂപ അടക്കം ഒരു ദിവസം അധികം
സഹായമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 പേർക്ക് 5000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അയാളുടെ വരുമാനം ഒരു ദിവസം 10,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള പൂജകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രേഖകളും ഇവിടെ ഇല്ല എന്നുള്ളത്. പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായത് ഇവിടെ വലിയ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വിശ്വാസമല്ല, ഇത് അന്ധവിശ്വാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടായിട്ട് നമ്മൾ പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യാജന്മാർ നമുക്കിടയിൽ ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് വിശ്വാസമുള്ള ഇടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ പോയി അകപ്പെടരുത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതം മോശമായതുകൊണ്ടായിരിക്കുമല്ലോ ഇവരുടെയൊക്കെ അടുത്ത് പോയി പെടുന്നത്. അത് കൂടുതൽ മോശമാവുകയുള്ളൂ. അത് ഈ അനുഭവത്തിൽ നിന്നെങ്കിലും പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത